ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് യേശുക്രിസ്തു നമ്മൾ വിളിച്ചിരിക്കുന്നത്. പിന്നെയും ബന്ധനത്തിലായി പോകരുത്, അല്ലെ? യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നതിന് വേണ്ടി ആണ് നമ്മളെ ദൈവം ഈ ലോകത്തിൽ നിന്നും നമ്മുടെ പാപത്തിൽ നിന്നും നമുക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ജന്മം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പഴയ ജഡത്തിന് സ്വഭാവത്തിലേക്കല്ല. ഇങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്നല്ല ആത്മാക്കളാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ജഡത്താൽ ജനിച്ചാലും ജഡവും, ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നത് ആത്മാക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയതെല്ലാം പോയി പുതിയത് വന്നൊരു പുതിയ ജീവിതമാണ്. ആ പുതിയ ജീവിതം എന്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പുതിയ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അല്ലെ നിയമം അതായിരിക്കും നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശുക്രിസ്തുവില് നമുക്ക് അബണ്ടന്റ് ലൈഫ് ഉള്ളത്, അല്ലെ? നമുക്ക് ജീവിതമാണ്, നമുക്ക് ജീവനാണ്, വാരിക്കോരി കവിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള അബണ്ടന്റ് ലൈഫ് നമുക്ക് യേശുക്രിസ്തുവിലുള്ളത്, അല്ലെ? അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും വശങ്ങളിലേക്കും വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വേറൊരു ലെവലിലായിരിക്കും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മള് പഴയ വീണുപോയ വ്യക്തികൾ, യേശുവിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, പഴയ വീണുപോയ വ്യക്തികളിൽ പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ DNA ആയിട്ട് ഉള്ളൊരു പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ആടത്തിന്റെ DNAയിലായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് ജീവിതം ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കുക. നമ്മൾ വിശ്വസിച്ച സമയത്ത് നമ്മുടെ പാപങ്ങളൊക്കെ പോയി കഴിഞ്ഞു, നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്നെത്തും എന്ന് മാത്രം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാതെ എന്താണ് റിയലി നമ്മൾക്ക് പറ്റിയിരിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? മനസ്സിലാക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ലൈഫ്, ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ജീവിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ വെച്ച് തന്നെ. അപ്പൊ അതിനെപ്പറ്റി പറയുള്ളൂ. അപ്പൊ അത് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച് സംസാരിക്കുക. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് എന്നും സ്നേഹിക്കുന്നതായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ റിലമിൽ ഒരു ജീവൻ തന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഒരിക്കലും വീണുപോയ വ്യക്തികളായിരുന്നു, ഞങ്ങളുടെ ആത്മാവ് കർത്താവ് മരിച്ചായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ഞങ്ങളെ കരകയറ്റിക്കൊണ്ട് പുതിയ ജീവൻ തന്നിരിക്കുന്നത് നന്ദി പറഞ്ഞ് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് റോമക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 8ാമത്തെ ചാപ്റ്റർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. റോമന്റെ 8 യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ റിയാലിറ്റിയാണ് ഇത് കാണിക്കുന്നത്, അവരാരാണെന്നുള്ളത്. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളോട്, റോമന്റെ 8 ഒന്ന് നന്നായിട്ട് പഠിക്കുക. പിന്നെ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 2ാമത്തെ ചാപ്റ്റർ 1ഉം 2ഉം, അല്ലെ, ഒന്ന് വായിക്കുക, അതും പഠിക്കുക. വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുക എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നുള്ള കാര്യം. ഇനി നമുക്ക് റോമക്കെഴുതിയ ലേഖനത്തിൽ 8ലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആദ്യമായിട്ട് പറയട്ടെ, മലയാളം ബൈബിളില് പിന്നെ ഇംഗ്ലീഷ് ബൈബിളിന്റെ കുറച്ചൊക്കെ ട്രാൻസ്ലേഷനില് ഈ ആദ്യത്തെ സെന്റൻസ് റോമന്റെ 8ന്റെ 1 കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ കിങ് ജെയിംസ് വേർഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ ന്യൂ കിങ് ജെയിംസ് വേർഷൻ, അതിലൊക്കെ എടുത്ത് വായിക്കുവാണെങ്കിൽ ഈ സെന്റൻസിന്റെ കൂടെ കുറച്ചും കൂടെ വേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് വായിക്കുവാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, there is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh but according to the spirit. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് കണ്ടംനേഷൻ, ശിക്ഷാവിധി ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ ആയിരിക്കുകയും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവൻ നയിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ജഡത്താൽ ജീവിക്കാതെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ജീവൻ ജീവിക്കുന്ന വ്യക്തികൾ, അവര് യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിലാന്ന് പറയുകയും ജഡത്തിന്റെ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ട്. അവര് പിന്നെയും മരണത്തിൽ തന്നെയാണ് ചുരുക്കം. ഇത് ശിക്ഷാവിധി ഇല്ലാത്തത്, മരണമില്ലാത്തത് യേശുക്രിസ്തുവിലായിരിക്കുകയും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കാണ്. അപ്പൊ നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ജഡത്തില്, അല്ലെ, ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള
നമ്മുടെ ശരീരത്തില് എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ലോയും ഒരു ന്യായവിധിയും പിന്നെ എന്താ ന്യായപ്രമാണവും പിന്നെ എന്താ പറയണേ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നമോസ്റ്റ് ബീങ്ങിൽ പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്ക് എന്താ പറയുക ഒരു വേറൊരു പ്രമാണമാണ് പാലിക്കുന്നത് അല്ലെ. ഇപ്പൊ 7ാമത്തെ ചാപ്റ്ററിന്റെ ഒക്കെ എന്താ പറയുക 23 22ലും 23 ഇങ്ങനെ പറഞ്ഞു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും 23 എന്ന് പറയും, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കണ്ടു. അപ്പൊ നമ്മുടെ അവയവങ്ങളില് എന്താ പറയാ വേറൊരു പ്രമാണമാണ് അല്ലെ. നമ്മുടെ ഇന്നർമോസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന പുതുതായിട്ട് നമ്മുടെ ഉള്ളില് ഫോം ചെയ്തിരിക്കുന്ന ആ വ്യക്തി അല്ലെ, നമ്മുടെ ഉള്ളില് നമ്മൾ നേരത്തെ മരിച്ചവരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആത്മാവ് പിന്നെ വീണ്ടും ജന്മം പ്രാപിച്ചു. ആ ആത്മാവ് ആ ദൈവത്തിന്റെ പ്രമാണത്തിലാണ് രസിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ പ്രമാണം പാലിക്കാൻ താല്പര്യമാണ്, ദൈവത്തിന്റെ പ്രമാണം പാലിക്കണമെന്നാണ് താല്പര്യം. പക്ഷെ നമ്മുടെ പഴയ സ്വഭാവവും നമ്മുടെ ശരീരവും ശരീരത്തിന്റെ അംഗങ്ങളും എല്ലാം ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ജഡത്തിന്റെ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലായതുകൊണ്ട് അത് പ്രാവർത്തികമാവുന്ന ഏതെന്ന് വെച്ചാല് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ അത് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 8ലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ള കാര്യം 2ാമത്തെ വാക്കിൽ പറയുക, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ക്രിസ്തുയേശുവിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് പാപം ചെയ്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്നുള്ള, പാപത്തിന്റെ കൂലിയാണ് മരണം എന്നുള്ള ആ പ്രമാണം അല്ലെ. ആ പ്രമാണത്തിൽ നിന്ന് മോചനം തന്നിരിക്കുകയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെ. ജീവന്റെ ആത്മാവിൽ നിന്ന് ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ പ്രമാണം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ പ്രമാണം. എന്താ പറയുക, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ എന്താ വ്യാപരിക്കുന്ന ആ പ്രമാണം നമുക്ക് എന്താ പറയുന്നത് ഫ്രീഡം തന്നിരിക്കുകയാണല്ലോ. ആ ഫ്രീഡം എങ്ങനെ കിട്ടുന്നു എന്നതിനെ പറ്റിയാണ് 1ാമത്തെ വാക്കിൽ നേരത്തെ പറഞ്ഞത്. ക്രിസ്തുയേശു ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അതിലൊരു അഡീഷണൽ കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്നത് NKJV ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്ക് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവൻ നയിക്കുന്ന വ്യക്തികൾക്ക്, പഴയ ജഡത്തിന്റെ സ്വഭാവത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എന്താ പറയണേ മോചനമുണ്ട് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ജീവിതമുള്ള വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, ഒന്നാമത് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെതാകത്തുള്ളൂ അല്ലെ. അപ്പോ ദൈവത്തിന്റെ ആന്ന് പറയുകയും പിന്നെ ജഡത്തിന് സ്വഭാവത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ദൈവത്തിലായിരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന വ്യക്തികൾക്ക് അല്ലെ, ജഡത്തിലല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് എന്താ പറയാ അവരെ പറ്റിയാ പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ, ഒന്നാമത് തന്നെ നമ്മളെ ഈ ലോകത്തു നിന്നും പാപത്തിൽ നിന്നല്ല നമ്മളെ വേർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊരു പുതിയ ജീവിതം അല്ലെ. യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം നമ്മൾക്കൊരു പുതിയ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ്, സ്പിരിച്വൽ എന്നുള്ള ലൈഫിനേക്കാൾ ഉപരിയായിട്ട് സ്പിരിച്വൽ റിലംസിലായി നമ്മള്, പിന്നെ ആത്മീയ മണ്ഡലത്തിലായി നമ്മുടെ ജീവിതം. അതോടൊപ്പം തന്നെ നമ്മൾ സ്പിരിറ്റ് ആയിത്തീർന്നു അല്ലെ. ഇന്ന് നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ആദവും ഹവ്വായും പാപം ചെയ്തപ്പോ വീണുപോയ സ്പിരിറ്റ്, നശിച്ചുപോയ സ്പിരിറ്റ് അല്ലെ. അവര് പാപം ചെയ്യുന്നതിന് മുമ്പ് അവരും ആത്മമണ്ഡലത്തില് അല്ലെ, ആത്മാവിന്റെ മണ്ഡലത്തിൽ അവരും ഉണ്ടായിരുന്നത് അല്ലെ. സ്പിരിച്വൽ റിലംസിൽ അവിടെ ഉണ്ടായിരുന്നത്. അവര് സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാപം വന്നപ്പോഴാണ് വീണു പോയത്, ജഡത്തിന്റെ ലൈഫും പാവത്തിൻ്റെതായിട്ടുള്ള ലൈഫിലേക്ക് അവർ മാറിപ്പോയിരിക്കുന്നത് അല്ലെ. എന്താ പറയുന്നത്, അപ്പൊ യേശുവിൽ വിശ്വസിക്കും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികള്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പിന്നെ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല. അത് മനസ്സിലാക്കുക. നമ്മള് യേശുവിൽ വിശ്വസിക്കും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, നമ്മൾ സാധാരണക്കാരായ ഒരു വ്യക്തിയല്ല. നമ്മള് സ്പിരിറ്റുകളാണ്, നമ്മള് ആത്മാക്കളാണ്. എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്നൊരു ഡൗട്ട് വരും. പക്ഷെ അതല്ല, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. നമ്മൾ ആത്മാക്കളാണ്, നമുക്കൊരു പ്രാണനുണ്ട്, നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നു അല്ലെ. അപ്പൊ
നമ്മളുടെ ഇപ്പൊ ഇങ്ങനെ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ലേ, യേശുക്രിസ്തുവിനൊപ്പം പിതാവിൽ മറിഞ്ഞിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലൊക്കെ പറയുന്ന യേശുവിനോടൊപ്പം നമ്മള് ഹെവൻലി റിലംസിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ പറ്റി. ആത്മാവാണ് എന്താ പറയാ ആത്മമണ്ഡലത്തിലൊക്കെ ഇരിക്കുന്നത്, യേശുവിന്റെ ഒപ്പമൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പൊ അതാണ് നമ്മുടെ റിയൽ ലൈഫ്, അല്ലെ എന്താ പറയുന്നത്. ഇനി 3-ാമത്തെ വാക്ക് പറയാ, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തെ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു, പാപത്തിനും ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്താലുള്ള ബലഹീന. അപ്പൊ ഒരു കാര്യം പറയട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, 2-ാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണവും പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണവും. അപ്പൊ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം എന്ന് പറയുമ്പോ ഇതാ ഇങ്ങനെയാണല്ലോ പറയുന്നത്, പാപം ചെയ്യുന്ന വ്യക്തികളുടെ കൂലി എന്ന് പറഞ്ഞ മരണം. പാപം ചെയ്യുന്ന വ്യക്തികൾ മരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ആ പ്രമാണത്തിനെ പറ്റിയുള്ള ഒരു അറിവുണ്ടാകുന്നതിന് വേണ്ടി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യർക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട് അല്ലെ എന്ന് മനസ്സിലാക്കി തരുന്നതിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ മക്കൾക്ക് എന്താ പറയുക ന്യായപ്രമാണം ദൈവം കൊടുത്തത്. ന്യായപ്രമാണം കൊണ്ട് ഒരു വ്യക്തി രക്ഷപ്പെട്ടു പോകത്തില്ല, ന്യായപ്രമാണം കൊണ്ട് ഒരു വ്യക്തി നീതീകരിക്കപ്പെടില്ല. പക്ഷെ ആ വ്യക്തികൾക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമുണ്ട് എന്നാണ് അല്ലെ. അതായത് പാപത്തിന്റെയും മരണത്തിന്റെയും ഇത് പ്രമാണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെ. ജഡത്തിലായിരിക്കുന്ന വ്യക്തികൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത് അല്ലെ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. അപ്പൊ നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ദൈവം 3-ാമത്തെ വാക്കിൽ പറയുക, ആ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ സാധിക്കാതിരുന്ന ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിനും ജഡത്തിനും ശിക്ഷ വിധിച്ചു. അപ്പൊ തന്റെ അല്ലെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രോസിലെ മരണം കൊണ്ട് ന്യായപ്രമാണത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കാതിരുന്നത്, എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ആൾക്കാരെ നീതിമാനാക്കി ദൈവത്തിന് മുമ്പിൽ നീതിമാനാക്കി നിർത്തുക എന്നുള്ളത്, എന്ന് വെച്ചാൽ റൈച്ചസ്നെസ് ഉള്ള വ്യക്തികളാക്കി തീർക്കുക എന്നുള്ളത്. അത് സാധിക്കുമായിരുന്നില്ല അല്ലെ ന്യായപ്രമാണത്തിൽ. പക്ഷേ യേശു അതിനുള്ള പരിഹാരം ക്രോസ് ഓഫ് കാൽവരി തന്റെ ശരീരത്തിൽ നിവൃത്തിയാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വാക്ക്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കും നമ്മൾ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കേണ്ടതിൽ തന്നെ. അപ്പൊ ക്രോസ് ഓഫ് കാൽവരി യേശുക്രിസ്തു ന്യായപ്രമാണത്തില് അതിന്റെ റൈച്ചസ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക ഉള്ളിൽ വരേണ്ടതിന് വേണ്ടി ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ജഡത്താൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ വരുന്നതിന് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി പാവമായിട്ട് തീർന്ന് ബലിയാക്കപ്പെടുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ പറയാ ന്യായപ്രമാണത്തെ നീതി ആക്കേണ്ടതിന് വേണ്ടി ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ഹോളിസ്പിരിറ്റ് ഗോഡിൽ വിശ്വസിച്ചുകൊണ്ട് ഹോളിസ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ഉള്ളില് ന്യായപ്രമാണത്തിന്റെ എന്താ പറഞ്ഞിരിക്കുക അതിന്റെ നീതി പ്രവൃത്തി അല്ലെ, ന്യായപ്രമാണത്തെ നീതി നിവൃത്തി ആയിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാല് റൈച്ചസ് റിക്വയർമെന്റ്സ് ഓഫ് ദ ലോ അല്ലെ, നമ്മളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടി. പാപത്തിന്റെ ഫലം മരണമാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്രോസ് ഓഫ് കാൽവരിയിൽ യേശുക്രിസ്തു ഫുൾഫിൽ ചെയ്തു ചുരുക്കം അല്ലെ. ഇനി 5-ാമത്തെ വാക്ക് പറയാം. അപ്പൊ ഇത് ഫ്രീഡത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്കുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ, ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന ആ വ്യക്തികൾ, ജഡത്തിന്റെ സ്വഭാവത്താൽ ജീവിക്കാതെ ഹോളിസ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ പ്രമാണത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഫ്രീഡമാണ് അല്ലെ. അവർക്ക് ഇനി ന്യായപ്രമാണത്തിൽ നിന്ന് വരുന്ന മരണത്തെ പറ്റിയോ അതൊന്നും ഒരു കാര്യമില്ല. പാവത്തിന്റെ ഫലമായിട്ട് വരുന്ന മരണവും അതൊന്നും അവരെ ബാധിക്കത്തില്ല. കംപ്ലീറ്റ് ഫ്രീഡത്തിലാണ് നിൽക്കുകയാണ് വിളിച്ചിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിൽ ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണ്. യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ വസിക്കുകയും ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ അല്ലെ, അവർക്ക് ഫ്രീഡമാണ്, അവര് ഫ്രീ ആണ് അല്ലെ.
പുതിയ ജീവിതമാണ് അല്ലെ. പറയുന്നത് രണ്ട് തരത്തിലുള്ള ജീവിത ശൈലിയെ പറ്റി പറയുന്നത്. ഒന്നാമത് ജഡത്തില് ആയിരിക്കുന്ന ജീവിതം, മറ്റേത് ആത്മാവിലായിരിക്കും ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലുള്ള ജീവിതത്തിലായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം അവിടുത്തെ ജീവിതം. ആത്മാവിലായിരിക്കുന്ന വ്യക്തികളുടെ റിയാലിറ്റി ഡിഫറെന്റ് ആണ് എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. 5ാമത്തെ വാക്കൂടെ വായിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ജഡം ദൈവത്തോട് ശത്രുതയാണ് അല്ലെ. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ സാധിക്കില്ല. ജഡത്തിന് സാധിക്കില്ല, പിശാചിന് സാധിക്കത്തില്ല. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം, പഴയ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് പിശാചിനെ പോലെ തന്നെയാണ്. അത് രണ്ടും ദൈവത്തിനോട് കൂട്ടി യോജിച്ച് പോകത്തില്ല. ദൈവത്തിനോട് മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ ജഡത്തിലുള്ളവർ ആത്മസ്വഭാവമുള്ള ആത്മാവിന് ഈ ജഡത്തിന്റെ ചിന്ത മരണമാണ്. ആത്മാവിന്റെ ചിന്ത ജീവന സമാധാനമാണ്. ആത്മാവിന്റെ ചിന്ത എന്ന് പറയുമ്പോ സ്പിരിച്വൽ റിലംസ്, ദൈവത്തിന്റെ കിങ്ഡത്തിലുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ ജീവനാണ്, അത് സമാധാനമാണ് അല്ലെ. അബണ്ടന്റ് ലൈഫ്, ഓവർഫ്ലോയിങ് എമൗണ്ട് ലൈഫ് തരുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പിശാച് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത് എന്താ വെച്ചാല് സ്റ്റീൽ ചെയ്യാൻ, കില്ല് ഡിസ്ട്രോയ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താ പറയുക, കക്കാനും അറക്കാനും മുടിപ്പാനും വന്നിരിക്കുന്നത്. പിശാച് വന്നിരിക്കുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെ, യേശുക്രിസ്തു അങ്ങനെയല്ല. നമ്മൾക്ക് ഓവർഫ്ലോയിങ് എമൗണ്ട്, നിറഞ്ഞു കവിയുന്ന രീതിയിൽ ഉള്ള ജീവിതം തരുന്നതിന് വേണ്ടി, ജീവൻ തരുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്നവർ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവർ ഉള്ളിലെ ജീവനാണ് അല്ലെ. ഓവർഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ജീവനാണ് ഉള്ളത് അല്ലെ. ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ജീവൻ അല്ലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. ആ ജീവൻ, യേശുക്രിസ്തുവിന്റെ ജീവനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സമാധാനമാണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു, ഒരു കെട്ടുപാടുകളും ഇല്ലാതെ അല്ലെ. യേശുവില് അയക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഒരു കെട്ടുപാടുകളില്ല, പ്രത്യേകിച്ച് ടെൻഷനില്ല, അസുഖങ്ങളിൽ ഒന്നുമില്ല. കാരണം വെച്ചാല് ദൈവത്തിന്റെ ആ ഒരു സമാധാനത്തില ജീവനുമില്ല, ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അവനിലായിരിക്കുന്ന വ്യക്തികൾ അല്ലെ. അപ്പോ അതിനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ 12 13 കൂടെ വായിക്കുക. അത് കഴിഞ്ഞിട്ട് 9, 10ലേക്ക് വരാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 12 പറഞ്ഞിരിക്കുക. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്ന വ്യക്തിക്ക്, അതായത് നമ്മുടെ പഴയ സ്വഭാവം കളഞ്ഞിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്രോസ് എടുത്തുകൊണ്ട് ദിവസവും യേശുവിനെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ കളയുക തന്നെ വേണം അല്ലെ. കാരണം വെച്ചാൽ ഫ്രീഡത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത്, യേശുവിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത് അല്ലെ. ഒരു പുതിയ ജീവിതമാണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഴയ വ്യക്തികളല്ലെന്നും നമ്മൾ പുതിയ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നതെന്നും ആ ഒരു പുതിയ ജീവിതത്തിന്റെ ആ ഹോളി സ്പിരിറ്റ് ഗോഡിനെ നയിക്കപ്പെടുമ്പോൾ ആ പുതിയ ഒരു എന്താ പറയുക റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. ആ റിയാലിറ്റിയിൽ നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടോ എല്ലാം നമ്മൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്നല്ല. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യർ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് സ്പിരിച്വൽ റിലംസ് എല്ലാ സ്പിരിച്വൽ ഗിഫ്റ്റിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ. എന്ന് വെച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അവര് സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികൾ, സ്പിരിച്വൽ ലൈഫാണ് ജീവിക്കുന്നത്. അവർ സ്പിരിച്വൽ റിലംസ് എല്ലാത്തിനും അവര് അവകാശികളാണ്. അവര് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. അതാണ് നമ്മുടെ റിയാലിറ്റി. മനസ്സിലാക്കുക. നമ്മള് നേരത്തെ ആടത്തിന്റെ വകയായിട്ട് വന്ന പാപം കൊണ്ട് വീണ് കടന്നിരുന്ന വ്യക്തികളല്ല അല്ലെ. ആ പാപത്തിന്റെ
അതിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന എന്താ പറയാ അസുഖങ്ങളും പട്ടിണിയും കുറ്റങ്ങളും എന്താ പറയാ കുറ്റകൃത്യങ്ങളും പിന്നെ എന്താ പറയാ ഡിപ്രഷനും ആങ്സൈറ്റിയും അതൊന്നും ബാധകമല്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ ജീവിതമാണ്. 9-10 11 വാക്കുകളൊന്ന് വായിക്കും. വളരെ മനോഹരമായ വാക്കുകൾ. അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ അവനുള്ളതല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലാത്ത വ്യക്തികൾ ദൈവത്തിന്റെ പാർട്ടല്ലെന്ന് വിചാരിക്കുക. ഇനി പറയുക, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജലസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവർ. ഇപ്പൊ വസിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ യേശു വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തില് എന്താ പറയുക, എല്ലാവരെയും ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെ, നമ്മുടെ ഇറ്റേണിറ്റിന്റെ ഗ്യാരണ്ടിയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. നമുക്കറിയാം എഫേസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന, പിന്നെ കൊരിന്ത്യരിലും 2-ാമത്തെ കൊരിന്ത്യർ 5-ാമത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഗ്യാരണ്ടിയാണ് ഇറ്റേണിറ്റിന്റെ, നമ്മുടെ നിത്യതന്റെ ഗ്യാരണ്ടി ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹോളി സ്പിരിറ്റ് ഗോഡ് നിത്യതന്റെ ഗ്യാരണ്ടി ആയിട്ട് അവിടെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉദാഹരണമായിട്ട് പറയുവാണ്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മളാ വസിക്കുന്നത് അല്ലെ. നമ്മൾ ഫിസിക്കലായിട്ടുള്ള വീടിനെ പറ്റി പറയുക, നമ്മളുടെ വീട്ടിൽ നമ്മളെ താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ മാസ്റ്റർമാർ നമ്മളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും അതിന്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്നതും നമ്മുടെ വീട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് പോകുന്നതും നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന അവിടെ കുക്ക് ചെയ്യുന്നതും അല്ലെ, അതിന് നമ്മൾക്കാണ് പവർ ഉള്ളത് നമ്മുടെ വീട്ടിൽ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം നടക്കണം എന്നുള്ളത് നമ്മളെ തീരുമാനിക്കുന്നത് അല്ലെ. എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വസിക്കും എന്ന് പറയുമ്പോൾ 9-ാമത്തെ വാക്ക് പറയുക, ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ, അപ്പൊ ആത്മാവ് വസിക്കുമ്പോൾ നമ്മളുടെ പുറത്തുള്ള കൺട്രോൾ മൊത്തം ഹോളി സ്പിരിറ്റ് ഗോഡിനാണെങ്കിൽ അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, ഇങ്ങനെ പറയുവാണെങ്കിൽ നമുക്കൊരു വീടുണ്ടെന്ന് വിചാരിച്ചു, അവിടെ നമുക്ക് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നമ്മളിങ്ങനെ അതിൻ്റെ അകത്ത് ജീവിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒന്നിനുമുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അവിടെ ആ വീട്ടിൽ നമ്മൾ വസിക്കുന്നു എന്ന് പറയാൻ പോലും ശരിക്കും പറ്റത്തില്ല അല്ലെ. നമ്മള് സൈലന്റാ, നമുക്ക് അവിടെ ഒരു അവകാശവുമില്ല. പക്ഷെ നമ്മളുടെ വീട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോ അതിൽ നമ്മൾ വസിക്കുന്നത് നമ്മളുടേതാണ് അത് അല്ലെ. അപ്പൊ അവിടെ ഫുൾ സ്വാതന്ത്ര്യം നമുക്കാണ്. എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് നയിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്ന ഒരു ജഡത്തിന് സ്വഭാവമുള്ളവരല്ല, അവര് ആത്മാവിന്റെ സ്വഭാവമുള്ളവരാണ്. ആത്മാവിന്റെ സ്വഭാവമുള്ള ആത്മീയ റിലംസിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് ചുരുക്കം അല്ലെ. ഇനി അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി പറയുക, 10-ാമത്തെ ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് ഈ മോട്ടറല്ല ശരീരത്തെയും ജീവിപ്പിക്കും. അപ്പൊ 10-ാമത്തെ വാക്ക്, ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപ നിമിത്തം മരിക്കേണ്ടതെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടെങ്കിൽ അല്ലെ, എന്താ നമുക്ക് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആ വ്യക്തികൾക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് ശരീരത്തിൽ പാപം ഉണ്ടെങ്കിലും ശരീരത്തിന്റെ 7-ാമത്തെ ചാപ്റ്ററിൽ വായിച്ച പോലെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലോ വേറെ അല്ലെ, പാപത്തിന്റെയും മരണത്തിന്റെയും ലോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഇപ്പോഴും പാപം ചെയ്യാനുള്ള ത്വര ഉണ്ടെങ്കിൽ, പാപം ചെയ്യുന്ന എന്താ പറയുക, ഒരു ഫോളൻ ആയിട്ടുള്ള നേച്ചർ, അതിന്റെ ഭാഗമായിട്ട് വന്ന എന്താ പറയാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ സ്പിരിറ്റ് നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് ഉള്ളിൽ റൈച്ചസ്നെസ് വന്നിരിക്കുന്നു
നടന്നുകൊണ്ട് അല്ലെ നീതി നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് പ്രവർത്തിക്കുന്നു, ജീവൻ കൊണ്ടുവരുന്നു അല്ലെ. ആത്മാവ് നിമിത്തം ജീവനാകുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമ്മുടെ ഉള്ളിൽ ജീവൻ വരുന്നു. യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലാക്കുന്നു. ഇനി അതുകൊണ്ട് മാത്രമാകുന്നില്ല അല്ലെ, അതുകൊണ്ട് മാത്രമല്ല പറയുന്നിരിക്കുന്നത്. ഇനി പറയാ 11ാമത്തെ വാക്ക് പറയുക, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് പിതാവിന്റെ ആത്മാവ്, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡിന് നമ്മുടെ ജീവിതത്തിൽ ഫുൾ കൺട്രോൾ ഉണ്ടെങ്കിൽ അല്ലെ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. എന്ന് വെച്ചു കഴിഞ്ഞാല് പിതാവിന്റെ ആത്മാവ്, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മുടെ ഈ ശരീരം. നമ്മുടെ ഈ ശരീരത്തിനും അല്ലെ, അത് എന്താ പറയാ, നമ്മുടെ ശരീരത്തിനും ജീവൻ തരും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആത്മാവ് അല്ലെ, നമ്മുടെ സ്പിരിറ്റ് കംപ്ലീറ്റ്ലി രക്ഷിക്കപ്പെട്ടതാ, കംപ്ലീറ്റ്ലി പുതിയ ജന്മം പ്രാപിച്ചതാ. നമ്മുടെ പ്രാണൻ, നമ്മുടെ സോള് അല്ലെ, സോള് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ദിനം പ്രതി അല്ലെ. അതുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ റോമക്കത്തിലെ ലേഖനത്തിൽ തന്നെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വരട്ടെ, നമ്മുടെ മനസ്സിൽ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, മനസ്സ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ എന്താ പറയുക, സോൾ, അതായത് പ്രാണൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം. പക്ഷെ നമ്മുടെ ബോഡി ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല അല്ലെ. അത് ഗ്ലോറിയസ് ബോഡിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് രക്ഷ വരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 11ാമത്തെ വാക്ക് പറയുന്നത് വെച്ചാൽ, നമ്മള് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, യേശുക്രിസ്തുവിലുള്ള ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ അല്ലെ, നമ്മളുടെ ശരീരത്തിന് അല്ലെ, ഈ പാപം കൊണ്ട് വീണുപോയിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്, അസുഖങ്ങളുള്ള ശരീരത്തിന് അല്ലെ, നമ്മൾക്ക് നമ്മുടെ ഈ ശരീരത്തിനും കൂടെ ജീവൻ കൊടുക്കും ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഇനിയും എന്താ പറയുന്നത്, പാപത്തിന്റെ ഫലമായിട്ട് വന്നിരുന്ന അസുഖങ്ങളിലൊക്കെ ആയിട്ട് അല്ലെ, ക്യാൻസർ ആണെന്നും പറഞ്ഞിട്ട്, എന്താ പറയാ, ആർത്രൈറ്റിസ് ആണെന്നും പറഞ്ഞിട്ട്, ശ്വാസം മുട്ടലാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ അനീമിക്കാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്ന് ചുരുക്കം. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ജീവൻ കൊടുത്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു എന്താ പറഞ്ഞ, ഈ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫിനേക്കാളും അല്ലെ, അതിൽ നിന്നും വേറിട്ടുള്ള ഒരു അബണ്ടന്റ് ലൈഫിലേക്ക് നമുക്ക് വരാൻ സാധിക്കും എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ കൊണ്ടുവരുമെന്ന് ചുരുക്കം. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, മോസസിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കും. മോസസ് 120 വയസ്സ് ആവുന്നോടം വരെ, 120ാമത്തെ വയസ്സിൽ ദൈവം പറയുന്നു മോസസിനോട് പോയി മരിക്കാൻ പറയുന്നു. ദൈവം അങ്ങോട്ട് പറയാം, മരിക്കാൻ പറയുക അല്ലെ മോസസിനോട്. മോസസ് ആ സമയത്ത് മോസസിന്റെ കണ്ണിന്റെ കാഴ്ചയൊന്നും പോയിട്ടില്ല, പിന്നെ എന്താ പറയണേ, നടപ്പിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 120 വയസ്സുണ്ടാവും, അതൊരു വെറും നമ്പര് മാത്രമായിരിക്കുമോ അല്ലെ. എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, മോസസ് എപ്പോഴും ദൈവത്തിന്റെ മുമ്പിലാ അല്ല, ദൈവം നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാ മോസസ് ദൈവമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും. മോസസിന്റെ മുഖമൊക്കെ തിളങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അത് തിളക്കം കാണാൻ, എന്താ ഗ്ലോറി കാണാൻ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പേടി ഉണ്ടാവും, അത്രയും ഗ്ലോറിയാ. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു കട്ടം പോലെ ഒരു സാധനം മുഖത്ത് ഇട്ടിരിക്കുക ചെയ്തിരിക്കുന്നത്, ഒരു വേല് ഇട്ടിരിക്കുക ചെയ്തിരുന്ന മോസസ്. അപ്പൊ അതായിരുന്നു ജീവിതം. എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ശരീരം കൂടെ ഈ ലോകത്തിലായിരുന്നപ്പോ പോലും മോസസിന്റെ ശരീരം കൂടെ ആ ആത്മാവ് കൊടുക്കുന്ന ജീവൻ അല്ലെ, ആ അബണ്ടന്റ് ലൈഫ് മോസസിന്റെ ശരീരത്തിൽ കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ആ ശരീരത്തിന് അസുഖങ്ങളൊന്നും വരുന്നില്ല, അസുഖങ്ങളൊന്നും ബാധിക്കുന്നില്ല, അങ്ങനെ ഒരു ജീവിതം അല്ലെ. അപ്പൊ അത് പോസിബിൾ ആണ് നമുക്ക് എന്നാണ് ഈ 11ാമത്തെ വാക്കില് ദൈവം, 10ഉം 11ാമത്തെ വാക്കില്, റോമന്റെ 8ന്റെ 10ഉം 11ലും ദൈവം
പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികള് എന്താ പറഞ്ഞ പുതിയ ജീവൻ ഉള്ള വ്യക്തികള്, യേശുവിലായിരിക്കുന്ന വ്യക്തികൾക്ക് അവര് അവരുടെ പഴയ സ്വഭാവത്തിൽ അവര് ജീവിക്കാതിരിക്കുന്ന വ്യക്തികൾ കംപ്ലീറ്റ് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൺട്രോളിലായിരിക്കുന്ന വ്യക്തികൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പുതിയ ലെവലിലാണ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ശരീരത്തിനും കൂടെ ജീവൻ അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന ജീവിതത്തെ പറ്റില്ല പറഞ്ഞു. ആ ദൈവം നമുക്ക് നമ്മുടെ സ്പിരിറ്റിൽ തന്നിരിക്കുന്ന, നമ്മുടെ ആത്മാവ് തന്നിരിക്കുന്ന ആ ജീവൻ, ആ നിത്യജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്നു. ആ ജീവനിൽ നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും പ്രാണനും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ചില റിയാലിറ്റി ഡിഫറൻ്റ് ആണ് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ വിചാരിക്കുന്നില്ല സൺഡേ ചർച്ചിൽ പോയി കൈകൊട്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീരുന്ന കാര്യമല്ല ഇത്. 4 പ്രാവശ്യം എന്താ പറയാ ദിവസത്തെ 4 പ്രാവശ്യം അന്യഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞാൽ കൊണ്ട് തീരുന്ന കാര്യത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുതിയ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് തന്നിരിക്കുന്ന പുതിയ ജീവിതത്തെ പറ്റി അല്ലെ. നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ദൈവം യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ എന്താണ് ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കാൻ പോകത്തില്ല അല്ലെ. കാര്യം ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളേ ഉള്ളൂ അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാണെങ്കിൽ യേശുക്രിസ്തുവിലായിരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് അതിനോട് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ ഞാൻ ജീവിക്കുന്ന ജീവിതം എന്റെ ജീവിതം പഴയ ജീവിതമല്ല. പാപത്തിന്റെ ഫലമായിട്ട് വന്നതാണ് അസുഖവും എന്താ പറയാ ക്രിമിനൽ കാര്യങ്ങളും ഒക്കെ അല്ലെ. അസുഖമൊക്കെ പാപത്തിന്റെ ഫലമായിട്ട് വന്നതാ. എന്താ പറയാ ആടത്തിന് ഈവിലൊന്നും പാപം ഉണ്ടായിരുന്നില്ല അവർക്ക്. അവര് വീണു പോകുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു ശരീരത്തില് അസുഖം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ലോകത്തില് മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിന് എപ്പോഴെങ്കിലും പനിയും ജലദോഷം വന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ക്യാൻസർ വന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താന്ന് വെച്ചാൽ ശരീരം ഈ നമ്മുടെ ബോഡിയും കൂടെ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താ അബണ്ടന്റ് ലൈഫ് ഫ്ലോ ചെയ്യുക ബോഡി കൂടെ അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോ അതിനെ കടക്ക് പുറത്തുനിന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ കൂടെ ഓടുന്നത് പുതിയ ജീവനാണ് അല്ലെ. പുതിയ ജീവനാണ്. ആ അബണ്ടന്റ് ലൈഫാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരം ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്കറിയാം അത് പഴയ ഇതിലേക്ക് പോകാനുള്ള ത്വര കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. പഴയ ആ ഫോളൻ നേച്ചറിലേക്ക് വീണുപോയ അവസ്ഥയിലേക്ക് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അസുഖങ്ങളായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ടെംപ്റ്റേഷനായിട്ടും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക ഓവർകം ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ. വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. പക്ഷെ ഈ റോമകത്തിലെ 8ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വളരെയധികം എന്താണ് റിയാലിറ്റി, നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി എന്താണെന്ന് ഇവിടെ കാണിച്ചു തരുന്നതാണ് ഈ ചാപ്റ്റർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചാപ്റ്റർ. ഒന്ന് വായിച്ചു നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചതിനായിട്ട് ഉയർത്തെഴുന്നേറ്റായിട്ട് കർത്താവെ ഓരോ ജീസസ് മാസ്റ്റർ റൈച്ചസ്നെസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് പറയുന്ന അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്നെ കർത്താവ്. ഞങ്ങളുടെ ജനത്തെ സ്വഭാവത്തിലേക്ക് ഇനി പോകാതിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തെ മാത്രം.